തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചന്ദനമരം മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം വഴിമുട്ടിയ നിലയിൽ CCTV ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും ചന്ദനമരം കടത്തിയത് ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫോറസ്റ്റിനും പോലീസിനും പരാതി നൽകിയെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. മേഡം, നമ്മുടെ ആ ചന്ദനമരത്തിന്റെ കേസ് പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നോ? അത് എന്തായി മേഡം? അത് എന്തെങ്കിലും അന്വേഷണം ആരാന്ന്? പക്ഷെ പോലീസ് പറയുന്നത് ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞു അതൊരു ഉണക്ക മരം ആയതുകൊണ്ട് വെട്ടിമാറ്റി എന്ന് പറഞ്ഞു എന്നാണ് SHO പറയുന്നത്. അതൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു, ഫോറസ്റ്റിനൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് CCTV എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. മോഷണം പോയത് ഒരു ഉണങ്ങിയ മരം മാത്രമെന്നാണ് പോലീസിന്റെ പ്രതികരണം. അതന്ന് ഇവര് എന്തോ ഒരു റിട്ടേൺ ഒരു ഇതുമായിട്ട് വന്നെന്ന് തോന്നുന്നു, ഒരു പരാതി. അല്ലാതെ അവര് മൊഴിയൊന്നും തന്നില്ല. ഓക്കെ സാർ, എന്തെങ്കിലും അന്വേഷണം നടത്തിയായിരുന്നോ? എന്തെങ്കിലും വിവരം കിട്ടിയോ? അത് ഇവിടുത്തെ SI പോയി നോക്കിയെന്നാണ് പറയുന്നത്. അദ്ദേഹം പോയി കാര്യങ്ങൾ നോക്കി അത് ഉണങ്ങിയ ഒരു മരം വേണ്ട ഓടിച്ചു അവര് തന്നെ വെട്ടിമാറ്റിയാന്ന് പറയുന്നു. അവര് മാറ്റിയതാണെങ്കിൽ പിന്നെ അവര് പരാതിയും തന്നല്ലേ? അവര് വേറെ മൊഴിയായിട്ടൊന്നും തന്നിട്ടില്ല. ഓക്കെ സാർ, എന്തെങ്കിലും തുടർ അന്വേഷണം ഉണ്ടാവോ സാർ അതില്? അവരടുത്ത് ചോദിക്കാം, അവരുടെ വേറെ പരാതി ഉണ്ടോന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പരാതി എടുത്തേക്ക് ഇടാം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, രണ്ട് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ആശുപത്രി അധികൃതരുടേതാണ്, മറ്റൊന്ന് പോലീസിന്റേതാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൃത്യമായി പറയുന്നില്ല. അതിൽ വ്യക്തത കുറവ് നമുക്കത് വ്യക്തമാകുന്നുമുണ്ട്. ഈ പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഈ ചന്ദനമരം നഷ്ടപ്പെട്ട സംഭവം അത് എന്നാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? അതിന് പിന്നാലെ ഇപ്പോൾ ഇങ്ങനെ പോലീസ് പറയുന്നു അത് ആശുപത്രി അധികൃതർ തന്നെ മുറിച്ചു മാറ്റിയതാണ്, അതൊരു ഉണക്കമരമായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ആശുപത്രിക്കാർ പറയുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ റിനു? പ്രജിൻ, രണ്ടാഴ്ച മുമ്പാണ് പാറശാല താലൂക്ക് ആശുപത്രിയുടെ ഉള്ളിൽ നിന്ന്, അതായത് CCTVക്ക് മുന്നിൽ നിന്ന് ആ ചന്ദനമരം, ലക്ഷങ്ങൾ വില വരുന്ന ചന്ദനമരം മോഷണം പോയത്. ഈ വാർത്ത രണ്ടാഴ്ച മുമ്പ് 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം, അതായത് ഈ ആശുപത്രിയിൽ തന്നെയുള്ള ചിലരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവരെ ചില രാഷ്ട്രീയ നേതാക്കൾ അടക്കം പോലീസും ഒപ്പം ആശുപത്രി അധികൃതർ അടക്കം സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതുവരെയും ഈ പോലീസിന് പരാതി നൽകുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ആശുപത്രി സൂപ്രണ്ട്, നമ്മുടെ വാർത്ത കൂടി വന്നതിന് ശേഷം ഏറെ ദിവസങ്ങൾ കഴിഞ്ഞാണ് പരാതി നൽകുന്നത്. ആ പരാതിയിൽ ഒരു നടപടിയും പാറശാല പോലീസ് എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ആ ശബ്ദം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് മൊഴി നൽകുവാൻ വേണ്ടി തയ്യാറായില്ല. SI അന്വേഷിച്ചപ്പോൾ അതൊരു ഉണക്കമരമാണെന്ന് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചന്ദനമരമാണെന്ന് ഓർക്കണം, വനംവകുപ്പിന്റെ കീഴിൽ കൂടി കേസെടുക്കേണ്ടതാണ്. പക്ഷേ ആശുപത്രി അധികൃതർ പരുത്തുപ്പള്ളി ROയ്ക്കും റേഞ്ച് ഓഫീസർക്കും പരാതി നൽകി എന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഫോറസ്റ്റ് അധികൃതരുടെ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അദ്ദേഹം പറയുന്നത് ഒരിക്കൽ പരാതി നൽകിയതാണ്, അതിന് മൊഴി നൽകിയില്ല എന്നുള്ളതാണ് SHO പറയുന്നത്. അദ്ദേഹം ഈ ശബ്ദശകലത്തിൽ പറയുന്നത് ഇനി പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നുള്ളതാണ്. അത് എന്താണ് അതിലെ ന്യായം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഒരു ചന്ദനമരം സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ, ആ സൂപ്രണ്ടിന്റെ ശബ്ദത്തിൽ കൃത്യമാണ് അവിടെ CCTV ഉണ്ട് എന്നുള്ളത് അവർ ഉറപ്പിക്കുന്നുണ്ട്. ആ CCTVക്ക് മുന്നിൽ നിന്ന് കൃത്യമായി അതൊന്ന് നോക്കിയാൽ മതി, അത് ആരാണ് മുറിച്ച് കടത്തിയത് എന്നുള്ളത് വ്യക്തമാകും. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും രണ്ടാഴ്ചകൾക്ക് ശേഷവും ഈ ചന്ദനക്കൊള്ളയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.